ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PT എക്സാം എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഓഗസ്റ്റ് 10-നായിരുന്നു. ഓഗസ്റ്റ് 10-ന് രാവിലെ 11:30-ക്കായിരുന്നു ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PT എക്സാം അറ്റൻഡ് ചെയ്തത്. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന PT എക്സാമും ഇപ്പോൾ ഉള്ള PT എക്സാമിലും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഞാൻ പോയി ഈ ഒരു എക്സാം എഴുതാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് സ്റ്റുഡൻസ് അവിടുന്നും ഇവിടുന്നും ഒക്കെ പല ഇൻഫർമേഷൻസും കേട്ടിട്ട് അവർ ആകെ കൺഫ്യൂസ്ഡ് ആകാണ്. ഇനി PT എക്സാം എഴുതിയാൽ ജയിക്കുമോ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇമിഗ്രേഷന്റെ മാർക്കുകളൊക്കെ കൂട്ടി, സ്പീക്കിങ്ങിന്റെ അകത്തൊക്കെ മാർക്കുകൾ കൂട്ടി. സോ ഇനി എക്സാം എഴുതിയാൽ ജയിക്കുമോ, ഇത് നടക്കുമോ, PT പണ്ട് എളുപ്പമായിരുന്നു ഇനി അത് എളുപ്പമാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിരുന്നു. ആൻഡ് മാർക്കുകൾ കൂട്ടിയപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് നടക്കുമോ, PT കുട്ടികൾക്ക് ടഫ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഞാനിത് സ്റ്റുഡൻസിന് പറഞ്ഞു തരുന്നത്. കാരണം അവിടെയും ഇവിടെയും കേട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാകരുത് നിങ്ങൾ എക്സാം അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഇപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചിട്ട് ഇനി എക്സാം എഴുതണോ വേണ്ടായോ എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് തന്നെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, മിസ്സേ ഇനി PT എഴുതണോ അതോ OET തന്നെ മതിയോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയി എക്സാം എഴുതിയത്. ഞാൻ ഒരു സൺഡേ, അതായത് ഓഗസ്റ്റ് 10 സൺഡേ ആയിരുന്നു ഞാൻ പോയി എക്സാം എഴുതിയത്. അത് മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഞാൻ 2 വർഷം മുന്നേ എക്സാം എഴുതിയപ്പോൾ എക്സാം അതിന്റെ ടൈം 2 മണിക്കൂറായിരുന്നു എക്സാം. പക്ഷെ അന്ന് ഞാൻ പോയി എക്സാം എഴുതിയപ്പോഴത്തേനും ഞാൻ കറക്റ്റ് 1.5 മണിക്കൂറായിരുന്നപ്പോഴേ ഞാൻ എന്റെ എക്സാം കഴിഞ്ഞു. അപ്പം അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഒരു എക്സാം 1.5 മണിക്കൂർ ടു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ആയി. ഞാൻ ഇതെല്ലാം അറ്റൻഡ് ചെയ്തു, കാരണം എനിക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നോർമലി സ്പീഡ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് എനിക്ക് അതിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ചിലപ്പം അന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടാസ്കിനെ കുറിച്ചും വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ട് പോയി ചെയ്തതുകൊണ്ടാണോ അറിയില്ല. പക്ഷെ അന്ന് എനിക്ക് സമയം ഒരുപാട് ഉള്ളതായിട്ട് തോന്നി. ലൈക്ക് 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അത്യാവശ്യം സമയം ഉള്ളതുപോലെ തന്നെ തോന്നി. ഓരോ ടാസ്കുകളിനാണേലും റീഡിങ്ങിനാണേലും ലിസണിങ്ങിനാണേലും ഒക്കെ എനിക്ക് അത്യാവശ്യം സമയമുള്ളത് പോലെ തന്നെയാണ് തോന്നിയത്. എനിക്ക് അന്ന് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യാനായിട്ട് ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേനും ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് 5 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ തവണ ഞാൻ പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ആൻഡ് ടൈം മാനേജ്മെന്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു ഇൻ ദ സെൻസ്, എനിക്ക് സ്പീക്കിംഗ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്പീക്കിങ്ങിലെ ഓരോ ടാസ്കിനും അതിൻ്റെതായ കറക്റ്റ് സമയമാണ് ഉള്ളതായിട്ട് തന്നെ തോന്നിയത്. എല്ലാം പെട്ടെന്ന് തീരുമായിരുന്നു. റീഡിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പണിപാളി. അതായത് റീഡിങ് വന്നു, ആദ്യം നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ ആണല്ലോ. അപ്പൊ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ചോയ്സും കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം നോക്കിയപ്പോ സമയമില്ല. ആക്ച്വലി അതിൻ്റെ അകത്ത് എനിക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് 23 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 15 ക്വസ്റ്റ്യനും 23 മിനിറ്റ്. ആക്ച്വലി അവർ നമുക്ക് പുതിയതായിട്ട് തന്നിരിക്കുന്ന സ്കോർ കാർഡിന്റെ അകത്ത് കിടക്കുന്നത് 23 to 30 മിനിറ്റ്സ്, മിനിമം 23 മിനിറ്റ്സ് ആൻഡ് മാക്സിമം 30 മിനിറ്റ്സ് എന്നുള്ളതായിരുന്നു. അപ്പൊ 30 മിനിറ്റ്സ് വരെ, അതായത് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് സമയത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് 23 മിനിറ്റ്സ് ആൻഡ് 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ റീഡിംഗ് ഡ്രോപ്പ് ഡൗൺ കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കയ്യിൽ പോയി ഇൻ ദ സെൻസ് പിന്നെ എനിക്ക് സമയമില്ല. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പണ്ട് 2 ഇയേഴ്സ് ബാക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന റീഡിങ്ങില് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് അതിന്റെ അർത്ഥമൊക്കെ വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പക്ഷെ ടൈം കിട്ടുന്നില്ല. അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പണിപാളി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടാസ്ക് ആണ് റിയോർഡർ പാരഗ്രാഫ്. റിയോർഡർ പാരഗ്രാഫിനൊന്നും എനിക്ക് ഒന്ന് വായിക്കാനോ ചെയ്യാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. കാരണം പിന്നെ സമയം നോക്കിയപ്പോഴത്തേനും സമയം തീർന്നു എന്നുള്ളത്, ബാലൻസ് ഒരു 2 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പത്തേനും എനിക്ക് മനസ്സിലായി ഇനി ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന സാധനമാണ്.
നമ്മൾ ബാക്കി 2 മിനിറ്റ് ഉള്ളൂ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആകെ പാനിക് ആവുമല്ലോ, പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പൊക്കോളും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആൻഡ് അതുകൊണ്ട് റിയോയുടെ പാരഗ്രാഫ് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വായിക്കുക പോലും ചെയ്യാണ്ടെടുത്ത് അങ്ങ് ഇടുകയായിരുന്നു ചെയ്തത്. ജസ്റ്റ് ഏതെങ്കിലും കറക്കി കുത്തി ശരിയാവുകയാണെങ്കിൽ ശരിയാകട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ലിസ്ണിംഗ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓരോ ടാസ്കുകളും എങ്ങനെയായിരുന്നു എന്നുള്ളതും ഞാൻ ടെംപ്ലേറ്റുകൾ അപ്ലൈ ചെയ്തോ എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് ഞാൻ റീഡിങ്ങിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ റീഡിങ്ങില് അവർ നമുക്ക് പുതിയതായിട്ട് തന്നേക്കുന്ന ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഒരു സ്കോർ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് അവർ പറയുന്ന വെച്ചിട്ടുള്ള റീഡിങ്ങിന് അപ്രോക്സിമേറ്റ്ലി 23 to 30 മിനിറ്റ്സ് ആണ്. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, മൾട്ടിപ്പിൾ ചോയ്സ് 2 to 3, റിയോയുടെ പാരഗ്രാഫ് 2 to 3, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 4 to 5 ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ചൂസ് സിംഗിൾ ആൻസർ 2 to 3. അങ്ങനെയാണ് എനിക്കിതെല്ലാം ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എനിക്ക് 5 ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റിയോർഡർ 2, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ 4 ആൻഡ് സിംഗിൾ ക്വസ്റ്റ്യൻസ് 2. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അപ്പം റീഡിങ്ങിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈം നമ്മൾ മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം പോവും. ആൻഡ് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് യൂഷ്വലി നമ്മൾ PT എക്സാം, ഇത്രയും കാലം PT എക്സാം എഴുതിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് അറിയാം, നിങ്ങൾ എക്സാം എഴുതി ഒരു 5 മണിക്കൂറിനുള്ളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയില് വരാറുണ്ട്. പക്ഷെ എനിക്ക് എക്സാം എഴുതി 3 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയില് എനിക്ക് വന്നത്. അതുപോലെ തന്നെയാണ് എന്റെ ഒരു സ്റ്റുഡന്റ് August 7th എക്സാം എഴുതിയ സ്റ്റുഡന്റിനും 3 ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയില് വന്നത്. ആൻഡ് എക്സാമിന് നമുക്ക് 2 to 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് വരുമെന്നാണ് അവർ പറയാറ്. ആൻഡ് യൂഷ്വലി നിങ്ങൾക്ക് അറിയാലോ, യൂഷ്വലി നമുക്ക് എക്സാമിന്റെ റിസൾട്ട് അന്ന് തന്നെ വരാറുണ്ട്, ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെയാണ് വരാറുള്ളത്. എനിക്ക് 5 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. അതായത് ഞാൻ August 10th ഞാൻ August 10th രാവിലെ 11 മണിക്ക് ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക്, അതായത് ഇന്നലെ രാത്രി August 15 രാത്രി 10:30ക്കാണ് എനിക്ക് റിസൾട്ട് വന്നത്. അത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നത്. അതുപോലെ തന്നെയായിരുന്നു എന്റെ ഒരു സ്റ്റുഡന്റ് August 7th എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ August 14 ന്യൂസിലാൻഡിൽ എക്സാം എഴുതി എന്റെ ഒരു സ്റ്റുഡന്റിന് വിത്തിൻ 1 ഡേ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 5 to 6 ഡേയ്സ്. ഇനിയിപ്പോ PT എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് 5 ഡേയ്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരും എന്നല്ല. ഇറ്റ് ഈസ് വേരി. ഓരോ കുട്ടികൾക്കും വ്യത്യാസം വരുന്നുണ്ട്, ഓരോ സ്ഥലത്തിന്റെ അല്ല, പക്ഷെ എല്ലാവർക്കും വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എല്ലാവർക്കും ഇനി 5 ഡേയ്സ് എടുക്കും. പല ആളുകളും PT എക്സാം എഴുതാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് വരും എന്നുള്ളതാണ്. വിത്തിൻ അവേഴ്സ് നമുക്ക് റിസൾട്ട് വരുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് വേരി ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും എന്റെ ഒരു സ്റ്റുഡന്റിന് 5 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. വേറൊരു സ്റ്റുഡന്റ് 14th എഴുതിയ കുട്ടി ഇന്ന് രാവിലെ എനിക്ക് റിസൾട്ട് അയച്ചു. അപ്പൊ അതിന് പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. സോ അത് ഓരോ ആൾക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസൾട്ടിന് വ്യത്യാസം വരുന്നുണ്ട്. സോ 5 ഡേയ്സ് എന്നുള്ളത് ഫിക്സ്ഡ് അല്ല, അതിന് മുന്നേ റിസൾട്ട് വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയില് നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ റിസൾട്ട് നേരത്തെ വരും. ആൻഡ് എക്സാം കംപ്ലീറ്റഡ് ആയി എന്നുള്ളൊരു മെയില് നിങ്ങൾക്ക് പയ്യെ ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾക്ക് പയ്യെ ആയിരിക്കും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് നേരത്തെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒരുപാട് സമയമുള്ളതായിട്ട് തോന്നി. ഈ തവണ പോയി എക്സാം എഴുതിയിട്ട് ഈ 2 മണിക്കൂർ എങ്ങനെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും സ്പീഡിലാണ് എനിക്ക് സമയം പോയത്. കാരണം ഞാൻ പൊതുവെ എന്ത് എക്സാം എഴുതിയാലും എക്സാമിന് 1/2 മണിക്കൂർ മുന്നേ എഴുതി തീർക്കുന്ന ഒരാളെ എനിക്ക് ഒട്ടും ക്ഷമയില്ല. ഞാൻ എക്സാമിന് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. പെട്ടെന്ന് എഴുതി പെട്ടെന്ന് ഇറങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. സ്കൂൾ ടൈം തൊട്ട് അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു എക്സാമിന് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഞാൻ തീർത്തത്. അതായത് അത്രയും സമയം ഞാൻ എടുത്തു. പക്ഷെ ഈ 2 മണിക്കൂർ എടുത്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ എത്ര 2 മണിക്കൂർ പോയെന്ന്. കാരണം നമുക്കങ്ങനെ ഫുള്ളി ഇങ്ങനെ പാക്ഡ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ അകത്ത്. അപ്പൊ ഈ 2 മണിക്കൂറിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ റിസൾട്ട്.
ആൻഡ് എക്സാം സെന്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത് മുത്തൂറ്റ് സെന്റർ 2 ആയിരുന്നു എടുത്തിരുന്നത്. 8 കുട്ടികളായിരുന്നു ഒരു സമയത്ത് എക്സാം ഹോളിൽ ഇരുന്നത്. ആൻഡ് അവർ നമുക്ക് തന്ന ഹെഡ്ഫോൺ ലൈക്ക് അത് നല്ല ടൈറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ല എന്നല്ല, വലിയ ഡിസ്റ്റർബൻസ് ഇല്ല, പക്ഷെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. നമ്മുടെ വോയിസ് നമ്മൾ കുറച്ച് അധികം പുറത്തെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഓണിംഗ് ഒക്കെ തരുന്നുണ്ട്. എനിക്ക് 2 തവണ ഓണിംഗ് ഒക്കെ കിട്ടി. പക്ഷെ നമ്മളത് കാര്യമാക്കിയത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. എനിക്കിങ്ങനെ നോയ്സസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ എക്സാം എഴുതിയപ്പം അന്ന് അങ്ങനെ നടക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ നടക്കുകയില്ല. അന്ന് ഞാനിപ്പം 10 മണിക്കൂറത്തെ സ്ലോട്ടായിരുന്നു എടുത്തിരുന്നത്. അന്ന് 8 മണിക്കൂറത്തെ സ്ലോട്ടിലുള്ള കുട്ടികൾ കയറി കഴിഞ്ഞിട്ട് അതിനകത്ത് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഞാനന്ന് 9 മണിക്ക് ചെന്നു, സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 9 മണിക്ക് ചെന്നപ്പോ അവരെന്നെ കയറ്റി. അപ്പൊ അതായത് 8 മണിക്കത്തെ ആൾക്കാരുടെ സ്പീക്കിംഗ് കഴിഞ്ഞു, 10 മണിക്കത്തെ കുട്ടികൾ വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് നോയ്സസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ പോയപ്പോഴത്തേനും ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ കേട്ടു. ഞാൻ നേരത്തെ പോയി നോക്കി, അവർ കയറ്റുപോയി ഇല്ലെന്ന് അറിയാനായിട്ട് നേരത്തെ പോയി നോക്കി. പക്ഷെ അവർ കറക്റ്റ് 11:30 തന്നെയാണ് കയറ്റിയത്. ആൻഡ് എല്ലാവരും ഒരുമിച്ചിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ അവരുടെ ആ ഹെഡ്ഫോൺ കുറച്ച് ടൈറ്റ് ആയിട്ട് വലിയ ഡിസ്റ്റർബൻസ് ഇല്ല, എന്നാലും നമുക്ക് ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാം. വലിയ കാര്യമില്ല, വലിയ കുഴപ്പമില്ല. അല്ല ഒട്ടും നോയ്സ് പറ്റാത്ത ആളാണ്, പക്ഷെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സോ അത് ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഒരു ഹെഡ്സെറ്റ് ചെക്കപ്പ് നമ്മൾ ചെയ്യുക. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമുക്കവിടെ ഒരു വോളിയം ബാർ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. യൂഷ്വലി നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വോളിയം കൂട്ടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷന്റെ സമയത്ത് നമുക്ക് ആ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നിൽക്കാനുള്ള സമയം നമുക്കിപ്പില്ല. നേരത്തെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ലാഘവത്തോടെ ടൈം എടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം എനിക്ക് ഭയങ്കര വോയിസ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം ഞാൻ വോളിയം കറക്റ്റ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്പീറ്റ് സെന്റൻസ് ഒന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ലിസണിങ്ങിലെ ടാസ്കിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് വോളിയം കൂട്ടിയാലോ എന്ന് തോന്നി. പക്ഷെ കൂട്ടിയാലോ എന്ന് ചിന്തിച്ച് അങ്ങനെ കൂട്ടാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ടൈം പോകും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഓഡിബിൾ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ അകത്ത് ചെയ്യാൻ അതിനൊരു സമയം കളയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇനി ഓരോ ടാസ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. കുറെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, മാം റീഡ് അലൗഡ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഭയങ്കര കടിച്ചാ പൊട്ടാത്ത വാക്കുകളാണ് എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. നമ്മളിപ്പം ചില പോർട്ടലിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ നിൽക്കറിയാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി സെന്റൻസുകൾ ആൻഡ് കടിച്ചാ പൊട്ടാത്ത വേർഡ്സ് ഒക്കെ, അതിന്റെ വൊക്കാബുലറി ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനിയിപ്പൊ അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ എക്സാമിന് ചെന്നപ്പം ഭയങ്കര സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകളായിരുന്നു റീഡ് അലൗഡ് എനിക്ക് വന്നത്. അത് വലിയ കച്ചപ്പെട്ട വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു. റീഡ് അലൗഡ് ഒരു പ്രശ്നമല്ലായിരുന്നു. ആൻഡ് റിപ്പീറ്റ് സെന്റൻസ് എന്റെ സ്റ്റുഡന്റ് എക്സാം എഴുതിയത് സ്റ്റുഡന്റ് പറഞ്ഞത് അവന് വന്ന 12 ക്വസ്റ്റ്യനും ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരുന്നു, പറയാൻ പറ്റുന്നതായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് 2 years ബാക്ക് ഞാൻ എക്സാം എഴുതിയപ്പോഴും എനിക്ക് റിപ്പീറ്റ് സെന്റൻസ്, എനിക്ക് ലെങ്തി സെന്റൻസ് ആയിരുന്നു ആൻഡ് ഭയങ്കര സ്പീഡ് ഉള്ളതായിരുന്നു എനിക്ക് അന്ന് വന്നത്. ഈ തവണ ചെന്നപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് എന്നുള്ള രീതിയിലാണ്. ഹാഫ് എനിക്ക് സിമ്പിളും വലിയ കുഴപ്പമില്ല, ഭയങ്കര ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം എന്നാ ലെങ്ത് ഉള്ളതായിരുന്നു. ആൻഡ് ചിലതൊക്കെ എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നു ആൻഡ് ഭയങ്കര ലെങ്തി ആയിരുന്നു. ആൻഡ് ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള മാം റിപ്പീറ്റ് സെന്റൻസ് മൊത്തം പറഞ്ഞില്ലെങ്കിൽ മാർക്ക് കയറുമോ എന്നുള്ളത്. എനിക്ക് ഒരു 3 ഒക്കെ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. 3 കയ്യിൽ നിന്ന് പോയി ഇൻ ദ സെൻസ് ഭയങ്കര ലെങ്തി കിട്ടിയതിൽ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഓർമ്മയുള്ള 4-5 വേർഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ പറഞ്ഞു, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അത് കയ്യിൽ നിന്ന് പോയി. അപ്പം എന്റെ മൈൻഡിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം റിപ്പീറ്റ് സെന്റൻസ് 3-4 ഞാൻ ഹാഫേ പറഞ്ഞിട്ടുള്ളൂ, ഫുൾ ഞാൻ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രൈബ് ഇമേജ് ആണ്. ഡിസ്ക്രൈബ് ഇമേജ് ഇതേപോലെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കി എല്ലാം മിക്കവാറും ഗ്രാഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ബാർ ഗ്രാഫ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു, വലിയ പാടില്ലായിരുന്നു. ആൻഡ് ഡിസ്ക്രൈബ് ഇമേജിന് ടെംപ്ലേറ്റ് യൂസ് ചെയ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി നിങ്ങൾക്ക് ഞാൻ തരാറുള്ള, അതായത് സ്റ്റുഡൻസിന് ഞാൻ തരാറുള്ള ടെംപ്ലേറ്റുകളൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് ഇതിന്റെ എല്ലാം റിസൾട്ട് ഏറ്റവും ഫൈനലി ഉണ്ട്. അതായത് ഇതൊക്കെ വർക്കായോ ഇല്ലയോ എന്നുള്ള റിസൾട്ട്
ലാസ്റ്റ് ഉണ്ട്. ആൻഡ് റീറ്റെയിൽ ലെക്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് റീറ്റെയിൽ ലെക്ചർ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന ആളല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അതിൻ്റെ അകത്ത് ലാഗിങ് വന്നിട്ടുണ്ട്. കാരണം അന്ന് 2 വർഷം മുന്നേ ഞാൻ എക്സാം എഴുതിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ അത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ പോയി എക്സാം എഴുതി. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി റെഡി ആയിട്ട് പോയി എക്സാം എഴുതുകയാണ്. ഈ തവണ ഞാൻ എക്സാം എഴുതിയെന്ന് വെച്ചാൽ എനിക്ക് ഫ്രൈഡേ വരെയും ക്ലാസ്സുകളായിരുന്നു. ആൻഡ് ഞാൻ സൺഡേ പോയി എക്സാം ചെയ്തു. അതിനൊരു പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തില്ല, ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ചെയ്ത് നോക്കിയില്ല. എനിക്ക് ഇത് എങ്ങനെയാണ്, ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് എന്റെ സ്റ്റുഡൻസിന് കറക്റ്റ് ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ കൊടുക്കാനായിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് എന്ന് അറിയാനായിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ലെക്ചർ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഞാൻ എനിക്ക് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ ആളല്ല. നിങ്ങൾ വിചാരിക്കരുത് മാമിന് നല്ലതായിട്ട് പറയാൻ പറ്റിയതുകൊണ്ടായിരിക്കും മാമിന് ആ സ്കോർ എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ലാഗ് ചെയ്ത് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ആൻഡ് റീറ്റെയിൽ ലെക്ചർ വെച്ചിട്ട് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റെസ്പോണ്ട് ബേസ് സിറ്റുവേഷനും ഒരു പ്രശ്നമേ അല്ല. ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയതേയില്ല. അതൊരു പുതിയ 2 ടാസ്ക് വന്നു എന്നുള്ളതല്ലാണ്ട് അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ഏതൊക്കെ ടാസ്ക് ആയിരുന്നോ നമുക്ക് ഡിഫിക്കൽട്ട്, ആ ടാസ്കുകളൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ആൻഡ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, അത് ഞാൻ സ്ഥിരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെത്തേഡുകൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് എസ്സേക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാമോ, ടെംപ്ലേറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എസ്സേക്ക് ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നൊക്കെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോ പുതിയതായിട്ടുള്ള ക്ലാസ്സസിൽ ഇപ്പൊ എന്റെ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ അകത്തെല്ലാം എങ്ങനെയാണ് ഞാൻ പുതിയ രീതിയിൽ ക്ലാസ് എടുക്കുന്നതെല്ലാം ആ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സസ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ ഫ്രീ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടാസ്കുകളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വരുന്നത് എസ്സേക്കകത്ത് ഒരു കാര്യം കൂടെ, നേരത്തെ നമുക്ക് എസ്സേക്കകത്ത് കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നേരത്തെ എങ്ങനെയായിരുന്നു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, എസ്സേ ആൻഡ് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്, ഇത്രയും സാധനത്തിൽ നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ഉണ്ട്. അത് പക്ഷെ ആ പാസേജിന് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത സാധനത്തിൽ നിന്ന് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത്രയും കാലം നമുക്ക് ടൈപ്പ് ചെയ്ത സാധനത്തിൽ നിന്ന് തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ പി ടിയിൽ നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ആകത്തുള്ളായിരുന്നു. ബാക്കി എല്ലായിടത്തും നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ആവുന്നത്. ഇത്രയും കാലം അത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ കട്ട് കോപ്പി പേസ്റ്റ് ആവത്തുള്ളായിരുന്നു. പക്ഷെ ഈ തവണ ഞാൻ കട്ട് കോപ്പി പേസ്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ എസ്സേയിൽ ഞാൻ ടൈപ്പ് ചെയ്ത സാധനം സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഒരു യെല്ലോ കളർ എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ കട്ട് കോപ്പി പേസ്റ്റ് നടക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളിൽ നിന്നായിരിക്കണം നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലാതെ പാസേജിൽ നിന്നല്ല. നെക്സ്റ്റ് വന്നത് റീഡിങ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞതുപോലെ തന്നെ റീഡിങ് എനിക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആൻഡ് 23 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി അല്ലായിരുന്നു. ഓപ്ഷൻസ് ഒന്നും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലായിരുന്നു. ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയോ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് അപ്പൊ നമ്മൾ ടൈം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം റീഡിങ്ങിലാണ്. ഓക്കെ. ആൻഡ് പക്ഷെ വേറൊരു കാര്യം, റീഡിങ്ങിൽ ഇപ്പം സ്കോറുകൾ കുറച്ചു. നമുക്ക് പ്രൊഫിഷ്യന്റ് സ്കോറിംഗ് ആണെങ്കിലും പിന്നെ ആ സ്കോറിങ്ങിനകത്തെല്ലാം നമുക്കിപ്പം സുപ്പീരിയർ ഇംഗ്ലീഷിന്റെ ആണെങ്കിലും സ്കോറുകൾ മാറ്റി നമുക്ക് നേരത്തെ ഇൻഡിവിജ്വൽ 65 ആൻഡ് ഓവറോൾ 65 ആയിരുന്നു. ഇപ്പം നമുക്കൊരു പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിന് വേണ്ടത് ലിസണിങ്ങിന് 58, റീഡിങ്ങിന് ഇപ്പൊ 59 മതി. നേരത്തെ 65 ആയിരുന്നു, 59 മതി. റൈറ്റിങ്ങിന് 69 ആൻഡ് സ്പീക്കിങ്ങിന് 76 ആണ് ഒരു പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിന് വേണ്ടത്. ഓക്കെ. ആൻഡ് സ്കോറിംഗ് അപ്പൊ റീഡിങ്ങിന്റെ കുറച്ച്, പക്ഷെ നമ്മൾ ടൈം നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ലിസണിങ്.
ലിസ്ണിംഗിന്റെ അകത്ത് ആദ്യത്തെ മറ്റേ സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ഒക്കെ ഞാൻ ഒരു ആൻസർ വെച്ചിട്ടായിരുന്നു ഞാൻ ക്ലിക്ക് ചെയ്തത്. ഞാൻ 2 ആൻസർ ക്ലിക്ക് ചെയ്തില്ല. നെഗറ്റീവ് ഉള്ളതിനൊക്കെ ഞാൻ ഒരു ആൻസർ വെച്ചിട്ട് തന്നെയായിരുന്നു ക്ലിക്ക് ചെയ്തത്. പക്ഷെ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ടാസ്കുകൾ എന്നെ ഇത്തവണ ചതിച്ചു. അതായത് ഒന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടാസ്ക് ആണ് റിയോർഡർ പാരഗ്രാഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിയോർഡർ പാരഗ്രാഫ് ചെയ്യും. പക്ഷെ എനിക്ക് റിയോർഡർ പാരഗ്രാഫ് ചെയ്യാനേ പറ്റിയില്ല. അപ്പൊ തന്നെ തകർന്നു ഞാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്, ലിസ്ണിംഗിന്റെ ഓഡിയോസ് വരുന്ന എല്ലാ ടാസ്കുകളും കമ്പൽസറി ആയിട്ട് ആൽഫാബറ്റിക്കലി ചെയ്യണം, ഭയങ്കര സ്പീഡ് ഇട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ഇതാണ് വന്നത് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിൽ. അത് രണ്ടും ഭയങ്കര സ്പീഡിനേക്കാൾ ഉപരി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലുള്ള ശബ്ദങ്ങളായിരുന്നു. ഫസ്റ്റ് വൺ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റൈറ്റ് ഫ്രം ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് മിനിമം 4 ഇൻകറക്റ്റ് വേർഡ്സ് ഉണ്ടായിരിക്കും, മാക്സിമം നമുക്ക് 7 ഇൻകറക്റ്റ് വേർഡ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, മിനിമം 4 ഇൻകറക്റ്റ് വേർഡ്സ് ആൻഡ് മാക്സിമം നിങ്ങൾക്ക് 7 ഇൻകറക്റ്റ് വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എനിക്ക് എക്സാമിന് ആദ്യത്തെ ചേർത്ത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. ആൻഡ് രണ്ടാമത്തെയും ചാത്ത് വന്നപ്പോഴത്തേനും എനിക്ക് ഒരു 3 എണ്ണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഐ മീൻ 3 ബ്ലാങ്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഒരൊറ്റ കാര്യം കൂടെ, നിങ്ങൾക്ക് എന്റെ സ്കോർ കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് വന്നപ്പോഴത്തേനും എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കിട്ടിയത്. അതിന്റെ ഫസ്റ്റ് സാധനം വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തേന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര സ്പീഡ് വരുന്ന എനിക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്കറിയാം മിനിമം 4 എണ്ണം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എനിക്ക് 3 ആണോ 4 ആണോ കിട്ടിയത് എത്ര ഓർമ്മയില്ല, 3 4 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ എനിക്ക് ഇച്ചിരി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് മനസ്സിലാവുന്നില്ല, കാരണം അത്രയും സ്പീഡിലാണ് അവർ പറയുന്നത്. ഡിസ്റ്റർബൻസ് നമ്മൾ ഈ പല പോർട്ടലുകളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ അതൊന്നും ഇത്രയും ഡിസ്റ്റർബൻസ് ഇല്ല. ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് ഇൻ ദ സെൻസ് വേറെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഭയങ്കര ശബ്ദങ്ങൾ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ഒക്കെ നിങ്ങൾ അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ വേർഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സ്ട്രാ വേർഡ്സിന് മാർക്ക് കുറയ്ക്കുവോ, നേരത്തെ ഒരു ഇടയ്ക്ക് ഒരു ജൂണിലോ ഒരു 2 വീക്സിൽ എക്സ്ട്രാ വേർഡ്സ് എഴുതുന്ന കുട്ടികൾക്ക് മാർക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ വേർഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട് ഒന്ന് നോക്കാം. റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഇതെല്ലാം വർക്ക് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കാമേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാം എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സ്കോർ ഒന്ന് കാണിച്ചു തരാം. എന്റെ സ്കോർ കിട്ടിയത് യെസ്, ഇതാണ്. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കട്ടെ, നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാമല്ലോ. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ സ്കോറ്. കാണാമോ നിങ്ങൾക്ക്? ഒരു സെക്കൻഡ്. ഇതാണ് കിട്ടിയേക്കുന്ന സ്കോർ. അതായത് ലിസ്ണിംഗ് 82. ലിസ്ണിംഗിന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിന്റെ അകത്ത് എനിക്ക് വേർഡ്സ് മിസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ഞാൻ ഒരു ആൻസറെ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ.
റീഡിങ്ങിന് 61 എന്ന് പറഞ്ഞു. അപ്പൊ റീഡിങ്ങിലേക്ക് 61 മാർക്ക് വന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് അറിയാം. ഒന്ന് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, ഞാൻ അറ്റൻഡ് ചെയ്ത സാധനത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്ന മാർക്കാണ്. ഒന്ന് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് റീഡിങ്ങിൽ 5 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? നമ്മളുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രോപ്പ് ഡൗൺ, അതിൽ നിന്ന് വന്ന് വെക്കുന്ന മാർക്കും, ആൻഡ് പിന്നെ ഉള്ളത് നമുക്ക് റീഡിങ്ങിലേക്ക് വരുന്നത് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി. ഈ 3 ടാസ്കിൽ നിന്ന് മാത്രം വന്നേക്കുന്ന മാർക്കാണ് ഈ 61 എന്നുള്ളത്. ബാക്കിയൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ അത്രയും മനസ്സിലാക്കുക, ഇത്രയും മാർക്കുകൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് സ്പീക്കിങ്ങിന് 90. സ്പീക്കിങ്ങിന്റെ അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ റിപ്പീറ്റ് സെന്റൻസിന് എനിക്ക് മൊത്തം ഒന്നും കിട്ടിയിട്ടില്ല. ചില ഒരു 3 എണ്ണത്തിന്റെ പകുതിയെ കിട്ടിയിട്ടുള്ളൂ. അതോ കുറച്ച് വേർഡ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, 3 or 4 വേർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് റീറ്റെയിൽ ലെക്ചർ ഒന്നും ഞാൻ ഭയങ്കര നന്നായിട്ടൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അകത്ത് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് റൈറ്റിംഗിന് ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പൊതുവെ ഇപ്പൊ വരുന്ന റിസൾട്ടിനകത്ത് എല്ലാം സ്പീക്കിങ്ങിൻ്റെ അകത്ത് വാരിക്കോരി മാർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇത്രയും കുറച്ച് റിസൾട്ടുകൾ വന്നതിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. നേരത്തെ നമുക്ക് ഇത്രയും മാർക്കൊന്നും സ്പീക്കിങ്ങിന് കിട്ടില്ലായിരുന്നു. ഇപ്പൊ സ്പീക്കിങ്ങിന് ഒരുപാട് മാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. കാരണം സ്പീക്കിങ്ങിനകത്താണെങ്കിലും ഇപ്പൊ ക്രൈറ്റീരിയക്കകത്ത് സ്പീക്കിങ്ങിന്റെ മാർക്ക് കൂട്ടിയല്ലോ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ മാർക്ക്, ഇപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ സ്പീക്കിങ്ങിന് ഇപ്പം പ്രൊഫഷണൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ 76 ആണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. നേരത്തെ 65 വേണ്ടടുത്ത് ഇപ്പൊ 76 ആണ്. പക്ഷെ സ്പീക്കിങ്ങിന് മാർക്ക് കയറുണ്ട്. സോ മറ്റു കുട്ടികൾക്ക് എല്ലാവരും അയ്യോ മിസ്സേ അല്ല തന്നെ സ്പീക്കിങ്ങിന് മാർക്ക് കിട്ടുന്നില്ല, ഇനി സ്പീക്കിങ്ങിന് മാർക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ വിഷമായിരുന്നു കുട്ടികൾക്ക്. മനസ്സിലാക്കിക്കോ, സ്പീക്കിങ്ങിന് അവർ ക്രൈറ്റീരിയയിൽ 76 ആക്കിയെങ്കിലും മാർക്ക് ഒരുപാട് സ്പീക്കിങ്ങിന് കിട്ടുന്നുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് അല്ല സ്പീക്കിങ്ങിന്. റീഡിങ്ങിന് അവര് മാർക്ക് കുറച്ചിട്ടുണ്ട്. 65 എന്നുള്ളത് 59 ആക്കിയിട്ടുണ്ട്. പക്ഷേ ടൈം ഇമ്പോർട്ടന്റ് ആണ്, ടൈം പ്രോപ്പർലി മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതാണ്. സോ അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പോയി എക്സാം എഴുതിയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ പറയുന്നിട്ടുള്ള. എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും ആരും ഇനി കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ധൈര്യമായിട്ട് പോയി എക്സാം എഴുതാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. Okay, and hope that everything is clear for you, and thank you so much.